നിവിൻപോളി സീനാണ്. ധ്യാന ഉള്ള ടൈമിൽ നിവിൻപോളി സ്കോർ ചെയ്യുന്നത് വേറെ ആരും സ്കോർ ചെയ്യാൻ സമ്മതിക്കത്തില്ല. നിവിൻപോളി സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് പടം മൊത്തത്തിൽ വേറെ ട്രാക്കിലോട്ട് എത്തി. സിനിമ നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വന്ന് എന്റർടൈനിങ് ആയിട്ട് കാണാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു. സെക്കൻഡ് ഹാഫ് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നന്നായിട്ട് തന്നെ പോയി. മ്യൂസിക് കൊള്ളായിരുന്നു. പിന്നെ നിവിൻപോളിന്റെ എൻട്രിയാണ് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത്. ഇമോഷണലി കണക്ട് ആവുന്നുണ്ടോ? ഫ്രണ്ട്ഷിപ്പിന് കുറെ വാല്യൂ കൊടുക്കുന്ന ഒരു സിനിമ. പ്രണവും ധ്യാനൊക്കെ എങ്ങനെയാണ് കോംബോ? നല്ല കോംബോയാ. അടിപൊളിയായിട്ട് 80s കാലഘട്ടം കാണിക്കുന്ന അതൊക്കെ ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും കാണുമ്പോ തന്നെ എന്താ പറയാ പിടിച്ചിരുത്തുന്ന ടൈപ്പ് ആയിരുന്നു. ഇമോഷണലി അതെ ഫാമിലി ഓഡിയൻസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ സിനിമയിൽ? എങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സിനിമ? നിവിൻപോളിന്റെ എൻട്രി ആയിരുന്നു. നിവിൻപോളിയാണ് പടം തൂക്കിയത്. ആ ഒരു ഭാഗമാണ് എല്ലാവർക്കും ഭയങ്കര കണ്ണിൽ ഇരിക്കുന്ന ഒരു കംബാക്ക് ആയിട്ട് പറയാം. നന്നായിട്ടുണ്ടായിരുന്നു. നല്ല പടമാണ്. ഫസ്റ്റ് ഹാഫ് നമുക്ക് കുഴപ്പമില്ല, നല്ല ഇച്ചിരി ഇതിലാകടിക്കുമെങ്കിലും സെക്കൻഡ് ഹാഫ് നിവിൻപോളി വന്ന് സെക്കൻഡ് ഹാഫിൽ വന്ന് ഷോ കൊണ്ടുപോകുന്നത് ഇമോഷണലി ഹുക്ക് ആവുന്നുണ്ട്. നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിൽ നമുക്കൊരു ഇത് സ്ലോ ആയിട്ട് തുടങ്ങുവാണെങ്കിലും സെക്കൻഡ് ഹാഫിലോട്ട് വന്നിട്ട് മൊത്തത്തിൽ ആ പടം 70s 80s കാലഘട്ടമൊക്കെ നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചാണ്. വിനീത് ശ്രീനിവാസന്റെ ഇപ്പം നല്ലൊരു കുറെ നാൾക്ക് ശേഷം ഈ ഒരു സ്ഥിരം ടൈപ്പ് പടമല്ല, വേറെ സെപ്പറേറ്റ്. വിനീത് ശ്രീനിവാസന്റെ കരിയർ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. കരിയർ ബെസ്റ്റ് എനിക്കെപ്പോഴും തട്ടം തന്നെയാണ്. പിന്നെ തിര, പക്ഷെ ഇത് വെറൈറ്റി ഒരു പടം. 70s 80s ലെങ്ത് ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. പ്രണവ് കൊള്ളാം. ധ്യാനും പ്രണവും നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. കല്യാണിക്കൊക്കെ വലിയ റോളില്ല, കുറച്ച് റോളുകൾ. പ്രണവ് കൊള്ളാം. ധ്യാനും ഈ ഒരു കുറെ കാലഘട്ടം എല്ലാരും കൂടെ അജു വർഗീസും നിവിൻപോളി സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് പടം മൊത്തത്തിൽ വേറെ ട്രാക്കിലോട്ട് എത്തി. നല്ല രീതി ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ആ ഒരു പടം ഉണ്ടല്ലോ, ഒരു പാട്ടുണ്ട് മധുപ, ആ പാട്ടിനകത്ത് തുടങ്ങപ്പോ തന്നെ എല്ലാം നല്ല രീതിയിൽ ലാലേട്ടൻ ശ്രീനേട്ടൻ കോംബോ അങ്ങനെ അല്ല, പടം വേറെ രീതിയിലാണ് എന്നിരുന്നാൽ പോലും. പക്ഷെ ഒരു അവരുടെ രണ്ടുപേരും ആ ഒരു കോംബോ നല്ല രീതിയിൽ, ധ്യാനമാണെങ്കിലും പ്രണവാണെങ്കിലും നല്ല രീതി. അടിപൊളി പടം. ഒരു വിനീത് ശ്രീനിവാസൻ സിനിമാറ്റിക് മാജിക് എന്ന് പറഞ്ഞാൽ ഒരു സിനിമ സ്നേഹിക്കുന്നവർക്കും പക്ക പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഫസ്റ്റ് ഹാഫ് മറ്റേ കോടമ്പക്കം, സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോ നമ്മുടെ ഈ കാലഘട്ടം അതിൽ നിവിൻപോളി ബേസിൽ ആ ഒരു എന്റർടൈൻമെന്റ് നിവിൻപോളി തകർത്തിട്ടുണ്ട്. വിനീത് ശ്രീനിവാസന്റെ കരിയർ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റും. കരിയർ ബെസ്റ്റ് വെച്ചാൽ ഓരോരുത്തരും ഓരോ ജോണർ അല്ലേ. ഇത് വിനീത് സിനിമയുടെ ഒരു ഫീൽ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഹൃദയമായിരുന്നു ആ ഒരു ഫീൽ ഉണ്ട്. നമുക്ക് സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കുറെ കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇമോഷണലി ഹുക്ക് ആക്കുന്നുണ്ട്. ഇമോഷണലി നല്ല രീതിയിൽ ഹുക്ക് ആക്കുന്നുണ്ട്. നല്ല സിനിമ. മ്യൂസിക് ആയാലും ബിജിഎം ആയാലും എല്ലാം ഒരു രക്ഷയില്ല. നിവിൻപോളിയുടെ കംബാക്ക് ആണ്. നിവിൻപോളി കംബാക്ക് എന്ന് വെച്ചാൽ അത് അഴിഞ്ഞാട്ടമാണ്. ഉള്ള ടൈമിൽ നിവിൻപോളി സ്കോർ ചെയ്യുന്നത് വേറെ ആരും സ്കോർ ചെയ്യാൻ സമ്മതിക്കത്തില്ല. അമ്മാതിരി ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫ് കൊണ്ടുപോയി. കൊള്ളാം. സീനാണ്, നിവിൻപോളി സീനായിട്ടുണ്ട്. പിന്നെ എല്ലാരും പ്രണവൊക്കെ എങ്ങനെയുണ്ട്? ഹൃദയത്തിനെ കാട്ടി ബെറ്റർ ആയിരുന്നു. അങ്ങനെ പറയത്തില്ല, കമ്പയർ ചെയ്യാൻ പാടില്ലല്ലോ. കൊള്ളാം. നല്ല മ്യൂസിക് ഒക്കെ ആണെങ്കിൽ സൂപ്പറാണ്. എല്ലാ മ്യൂസിക്കും കുറെ പാട്ടുണ്ടല്ലോ. BGM ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് മിക്കവാറും സീൻസിന്. അപ്പൊ അത് നല്ല കേട്ടിരിക്കാൻ. നിവിൻപോളിയൊക്കെ എങ്ങനെയുണ്ട്? നിവിൻപോളി സീനാണ്. ധ്യാനം ധ്യാനും അടിപൊളിയാണ്. ധ്യാൻ പൊളിയാണ്. പടം ഹിറ്റാവും.